ഫാമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പോൾട്രി ഫാമേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മഞ്ചേശ്വരം MLA കൂടിയായിട്ടുള്ള ശ്രീ KM അഷ്റഫ് അവർ, നമ്മുടെ മണ്ണാർക്കാട് MLA ശ്രീ ഷംസുദ്ദീൻ അവർ, ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ ശ്രീ ഉമ്മർ, ബഹുമാന്യനായ തമിഴ്നാട് പോൾട്രി ഫാമേഴ്സ് അസോസിയേഷന്റെ നേതാവ് ശ്രീ മൂർത്തി, മറ്റ് നേതാക്കളെ, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർഷകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്ന് സർക്കാരിന്റെ ആസ്ഥാനമായിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ, ഇവിടെ സൂപ്പർ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഈ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ചിക്കനോ അല്ലെങ്കിൽ കോഴിമുട്ടയോ കഴിക്കുന്ന ആളുകൾ മലയാളികളാണ്. അതിൽ വലിയൊരംശം ഇന്ന് കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുക. നമ്മുടെ മറ്റ് വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ അരിയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ബഹുഭൂരിപക്ഷം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയും കേരളത്തിന് ആവശ്യമായിട്ടുള്ള അരിയുടെ 1/7 മാത്രമേ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. പച്ചക്കറിയുടെ കാര്യം ഞാൻ പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ് പുറത്തുനിന്ന് വരുന്നത്. സർക്കാർ ഇതേ നിലപാട് തുടർന്നാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് മലയാളികൾ അവർ കഴിക്കുന്ന ചിക്കനും കോഴിമുട്ടയ്ക്കും ഇതിനേക്കാൾ കൂടുതൽ വില കൊടുക്കും. ഇതിന്റെ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, കർഷകരോടൊപ്പം തന്നെ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള 3.5 കോടി 4 കോടി ജനങ്ങൾ, ആ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. കാർഷിക വൃത്തിയാണോ ഇല്ലയോ എന്നുള്ളതാണ് സർക്കാരിന് സംശയമെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് കേന്ദ്ര സർക്കാർ നൽകുന്ന പാടാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിൽ പ്രാരംഭഘട്ടത്തിൽ കൃഷി നടത്തിയിരുന്ന ആളുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡിൽ കോഴി വളർത്തുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ കോഴി കർഷകരെ കർഷകരായി അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ നിരവധി സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ ഈ തരത്തിലുള്ളൊരു അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതൊരു വലിയ സ്വയം തൊഴിൽ സംരംഭം. ധാരാളം ആളുകൾ സർക്കാരിനെ ആശ്രയിക്കാതെ അവരുടെ ജീവിതം, ഉപജീവന മാർഗം തേടുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നാട്ടിൽ വലിയ വ്യവസായങ്ങൾ തുടങ്ങണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഭൂമിയുടെ പ്രശ്നമുണ്ട്, അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചെറുകിട കർഷകർ, ചെറുകിട സംരംഭകർ, ആ ചെറുകിട സംരംഭകരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. കോഴി ഉപയോഗിച്ചതിന് ശേഷമുള്ള അവശിഷ്ടം, ആ അവശിഷ്ടം പോലും വളമാക്കി മാറ്റുന്ന ഒരു പദ്ധതി അടുത്ത ദിവസം ഞാൻ കണ്ണൂർ ജില്ലയിൽ തുടങ്ങിയ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്ന ഒരു വ്യക്തി അത് വേണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യയിലൊക്കെയുള്ള വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയില് പല സ്ഥലങ്ങളിലും കർഷകരായിട്ടുള്ള ആളുകളിൽ നിന്ന് കോഴിയുടെ അവശിഷ്ടം, ആ അവശിഷ്ടം സ്വീകരിച്ചുകൊണ്ട് അത് വളമാക്കി മാറ്റാനുള്ള പദ്ധതി തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് 500 1000 ഇനി 100 200 കോഴികളെ വളർത്തുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു കുടുംബം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വരുമാന മാർഗം, ആ വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സംരംഭത്തിൽ, ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ലക്ഷ്യം. ഞാൻ മനസ്സിലാക്കുന്നത് 2000 കോഴി വളർത്തുന്ന ആള് 50,000 രൂപ ഇപ്പൊ പല നികുതിയായിട്ട് കൊടുക്കണം. കെട്ടിട നികുതി മാത്രമായിട്ട് 2500 രൂപ ഈടാക്കുകയാണ്.
ഇത്രയും ഭീമമായിട്ടുള്ള തുക. ഇതിന്റെ ഉദ്ദേശം, സർക്കാരിന്റെ ലക്ഷ്യം, ഈ നാട്ടിൽ ആരും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണോ ലക്ഷ്യം എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വൻകിടക്കാരെ വലിയ നികുതി ചുമത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുകളിൽ ഈ വലിയ നികുതി ചുമത്തുന്നത് അതിനെന്ത് ന്യായീകരണമാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജിഎസ്ടിയുടെ രണ്ടാം പരിഷ്കരണം വന്നു. കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം സാധാരണക്കാരുടെ നിത്യോപയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ ആ വസ്തുക്കൾക്ക് നികുതി കുറയ്ക്കുക, ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ നികുതി കൂട്ടുക. ഇവിടെയും കേരള സർക്കാർ എടുക്കേണ്ടിയിരുന്ന ആ സമീപനം ചെറുകിട കർഷകർ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന ആളുകൾ, ഇവിടെ സൂചിപ്പിച്ചു സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു മരണമുണ്ടായി എന്ന് പറഞ്ഞാൽ ഓടിപ്പോകണമെങ്കിൽ വിഷമാണ്. കാരണം ഉറപ്പിരിക്കുന്ന വസ്ത്രം മുഴുവൻ മാറ്റി കാരണം അല്ലെങ്കിൽ ആളുകൾ പറയും നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനം, പക്ഷെ അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ആ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ, അവർക്ക് ആ ഉപജീവന മാർഗത്തെ കൃഷിയായിട്ട് അംഗീകരിക്കാതെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം, ആ ശ്രമം ഒരു ജനാധിപത്യ സർക്കാരിന്, ജനങ്ങളോട് താല്പര്യമുള്ള ഒരു സർക്കാരിന് യോജിച്ചത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും, ആ സംസ്ഥാനങ്ങളിലൊക്കെ കോഴിക്കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളാണ് എടുക്കുന്നത്. ഞാൻ ഈ അടുത്ത് മഹാരാഷ്ട്രയിൽ പോയപ്പോ മഹാരാഷ്ട്രയിൽ അവരെ കൃഷിയായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വ്യവസായങ്ങൾ തുടങ്ങാൻ കോഴിക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ വൈദ്യുതിയിൽ ഇളവ്, കോഴിക്കൃഷി നടത്തുന്നതാണെങ്കിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി സാധാരണഗതിയിലുള്ള വൈദ്യുതി ചാർജിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് മഹാരാഷ്ട്ര സർക്കാർ ഈടാക്കുന്നത്. കോഴിക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാംസ സംസ്കരണം, അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഇളവുകൾ, ഇങ്ങനെ നികുതിയുടെ വിവിധ തലങ്ങൾ, ആ തലങ്ങളിലൊക്കെ നികുതി കുറച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം, അതാണ് ഞാൻ കണ്ടത് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്ത്. ഒരു ജനാധിപത്യ സർക്കാർ, കേരളത്തിൽ തൊഴിലവസരങ്ങൾ വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. നിരവധി ആളുകൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. മൈഗ്രേഷൻ സർവേ പറയുന്നത് കഴിഞ്ഞ വർഷം 2023 വരെ 22 ലക്ഷം ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തു, കേരളത്തിൽ നിന്ന് മാത്രമെന്നാണ്. കാരണം കേരളത്തിൽ അവസരങ്ങളില്ല, കേരളത്തിൽ തൊഴിൽ സാഹചര്യങ്ങളില്ല. കുട്ടികളടക്കം ഇപ്പോൾ കേരളം വിട്ട് പഠിക്കാൻ പുറത്തുപോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. 2.25 ലക്ഷം സീറ്റുകളുള്ള കേരളത്തിലെ കോളേജുകളിൽ 80,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ആളുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം, കേരളത്തിൽ തന്നെ തൊഴിലെടുക്കാനുള്ള സാഹചര്യം, കേരളത്തിൽ തന്നെ ഉപജീവന മാർഗം കണ്ടെത്താനുള്ള സാഹചര്യം, ആ സാഹചര്യമാണ് സർക്കാർ ഉണ്ടാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് കോഴി വളർത്തൽ മേഖലയ്ക്ക് കേവലം 10 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ നിർദ്ദേശിച്ചത്. ഒന്നുമില്ല. പക്ഷേ കോഴി വളർത്തലിനെ സഹായിക്കാൻ വേണ്ടി എന്നുള്ള പേരിൽ തുടങ്ങിയ ബ്രഹ്മഗിരിക്ക് കോടികൾ കൊടുത്തിരിക്കുക. കാരണം എവിടെ നോക്കിയാലും ചില്ലറ കിട്ടുമോ എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന് ഭഗവാനെ പോലും വിട്ടിട്ടില്ല. അതാണ് ശബരിമലയിൽ. ശബരിമല പോലും കൊള്ളയടിക്കുകയാണ്. അപ്പോ കോഴി കർഷകര്, പൗൾട്രി മേഖലയിലുള്ള ആളുകൾ, അവരെ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ തുടങ്ങിയ ബ്രഹ്മഗിരി പദ്ധതി, ആ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ അതിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പൗൾട്രി ഫാമേഴ്സിനാണ്. കേരളത്തിലെ സാധാരണക്കാരെ, കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ, ഉപജീവന മാർഗം, ആ ഉപജീവന മാർഗത്തിന് തടയിടുന്ന സമീപനം സർക്കാർ സ്വീകരിക്കരുത്.
ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഉപജീവന മാർഗമായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പൗൾട്രി ഫാമേഴ്സിന്റെ മേഖല. ഈ മേഖലയിലുള്ള അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഈ മേഖലയെ കാർഷിക വൃത്തിയായിട്ട് കണക്കാക്കുക. സർക്കാരിന് അതുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. മറ്റാരുടെയെങ്കിലും ആനുകൂല്യം എടുത്തു നൽകണം എന്നിവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവരെയും കൂടി മറ്റുള്ളവർക്ക് നൽകുന്ന ആനുകൂല്യത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തണം. കാർഷിക മേഖലയ്ക്ക് അനുവദിക്കുന്ന വൈദ്യുതിയുടെ നിരക്കിൽ അനുവദിക്കണം. ഇതൊക്കെയാണ് വേണ്ടത്. സർക്കാരിന് എന്തുകൊണ്ട് ഇത് ബോധ്യമാകുന്നില്ല എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സമരം ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, ഉപജീവന മാർഗം, ആ മാർഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം എന്നുള്ള നിലയിൽ ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ സമരത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ നമുക്ക് കൈകോർത്ത് ഒരുമിച്ച് പോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.